നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF-നോട് നയം വ്യക്തമാക്കി KM മാണി. പാർട്ടിക്ക് ഇനി സ്വതന്ത്ര നിലപാട് മാത്രം, സകല പാർട്ടികളോടും സമദൂരം. കോൺഗ്രസിനോടും ഇടതുപക്ഷത്തോടും സമദൂരമാണ്. ഇടതുപക്ഷം തെറ്റ് ചെയ്താൽ നിശ്ചിതമായി അവർക്കെതിരെ നിലകൊള്ളും. കോൺഗ്രസ് തെറ്റ് ചെയ്താൽ നിശ്ചിതമായി നിലകൊള്ളും. UDF-ലെ പങ്കാളിത്തം പുനഃപരിശോധിക്കാൻ നേരമായെന്നു മാണി. കോൺഗ്രസിനെ വിരട്ടാൻ നോക്കേണ്ടെന്ന് ചെന്നിത്തല. BJP-യുടെ കവാടം ആർക്കു മുന്നിലും അടച്ചിട്ടില്ലെന്ന് കുമ്മനം. സൗദി അറേബ്യയിൽ കുടുങ്ങിയവരുടെ മടക്കത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിഭാഗവും മടങ്ങാൻ മടിക്കുന്നുവെന്ന് കോൺസുൽ ജനറൽ റിപ്പോർട്ടറോട്. തിരികെ എത്തിക്കേണ്ടവരുടെ അന്തിമ പട്ടിക അടുത്തയാഴ്ച തയ്യാറാക്കും. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. വിശ്വമാനവികതയുടെ സന്ദേശമുയർത്തി റിയോ ഒളിമ്പിക്സിന് പ്രൗഢാരംഭം. വിസ്മയം വിരിച്ച ഉദ്ഘാടന ചടങ്ങ്. ഇനി 17 ദിനരാത്രങ്ങൾ കായിക ലോകം റിയോയിൽ. ഇന്ത്യക്ക് നിരാശയോടെ തുടക്കം. 10 മീറ്റർ എയർ റൈഫിളിൽ അപൂർവി ചണ്ഡീലയും അയോണിക പോളും പുറത്തായി. കൊല്ലത്ത് ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ പോലീസിനെതിരെ മുഖ്യമന്ത്രി. പോലീസ് നടപടി അപക്വവും അക്രമാസക്തവും. നടന്നത് നാടിനെ കലുഷമാക്കുന്ന നടപടി. കേരളത്തിൽ BJP RSS പ്രവർത്തകർക്കെതിരെ ഇടതക്രമമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു. പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരണം. കേരളത്തിൽ ചില യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് തടയുന്നത് BJP എന്നും റിജിജു. RSS NGOയുടെ പരിപാടിയിൽ ഇടതിനെ വിമർശിച്ചു CP ജോണും. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. കോൺഗ്രസിനോടും CPM-നോടും സമദൂരം എന്നതാണ് നിലപാടെന്ന് KM മാണി. പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസിൻ്റേത്. മുന്നണിയിൽ പരസ്പര വിശ്വാസമില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നും KM മാണി ചരൽക്കുന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചോദിച്ചു. കേരള കോൺഗ്രസ് ആരുടെയും അടിമയല്ലെന്നും KM മാണി പറഞ്ഞു. ചരൽക്കുന്ന് ക്യാമ്പിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് രാഷ്ട്രീയ നിലപാട് തെളിമയോടെ KM മാണി വ്യക്തമാക്കിയത്. കോൺഗ്രസിനോടും ഇടതുപക്ഷത്തിനോടും ഞങ്ങൾക്ക് സമദൂരമാകും KM മാണി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ നിലപാട് പുനഃപരിശോധിക്കുന്നു. ഞങ്ങൾ സമദൂരമാണ്. കോൺഗ്രസിനോടും ഇടതുപക്ഷത്തോടും സമദൂരമാണ്. ഇടതുപക്ഷം തെറ്റ് ചെയ്താൽ നിശ്ചിതമായി അവർക്കെതിരെ നിലകൊള്ളും. കോൺഗ്രസ് തെറ്റ് ചെയ്താൽ നിശ്ചിതമായി നിലകൊള്ളും. നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയും. ആരോടും അടിമത്ത ബോധമില്ല. വിഷയാധിഷ്ഠിതമാകും കേരള കോൺഗ്രസിന്റെ നിലപാട്. നമുക്ക് ആരോടും ആന്റി അല്ല, പ്രോയുമല്ല, അടിമത്ത മനോഭാവവുമില്ല. കേരള കോൺഗ്രസ് അപകർഷബോധവുമില്ല. സ്വതന്ത്രമായ നിലപാട്. ഒരു മുന്നണിയുടെ അടിസ്ഥാനമായ പരസ്പര വിശ്വാസം ഇല്ലെന്ന് വന്നാൽ എന്തു ചെയ്യുമെന്ന് KM മാണി ചോദിച്ചു. ഈ മുന്നണിക്കകത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു മുന്നണിയുടെ അടിസ്ഥാനം എന്താ? പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം. ആ പരസ്പര സ്നേഹമില്ലെന്ന് വന്നാൽ, പരസ്പര വിശ്വാസമില്ലെന്ന് വന്നാൽ, പരസ്പര സഹായമില്ലെന്ന് വന്നാൽ പിന്നെ ആർക്കെന്ത് ചെയ്യും? നമുക്ക് എന്താ രക്ഷ? ഞങ്ങൾ വേർപിരിയാൻ പോകുമ്പോൾ കുലഭ്യം പറയരുതെന്ന മുന്നറിയിപ്പും KM മാണി കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി. ഞങ്ങളിപ്പോ വേർപെട്ടു പോകുമ്പോൾ ഞങ്ങളെ കുലഭ്യം പറയാൻ പാടില്ല. ഞങ്ങളും കൂടെ രൂപം കൊടുത്തി ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതിനാണ് നിങ്ങൾ ഇരിക്കുന്നത്, മറക്കരുത്. ഇടതുമുന്നണിയിലേക്ക് വരേണ്ടെന്ന CPI നേതാവ് പന്നിൻ രവീന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് മാണിയുടെ പ്രതികരണം ഇങ്ങനെ. രവീന്ദ്ര ചാടിയിട്ട് മുന്തിരിങ്ങ കിട്ടാഞ്ഞിട്ട് മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ കുറുക്കന്റെ നിലപാടാണ് പന്നിന്. ഞങ്ങൾ അങ്ങോട്ട് വരുന്ന ആര് പറഞ്ഞു? ആരപേക്ഷ നൽകി? കേരള കോൺഗ്രസിന് അങ്ങനെ ആരുടെയെങ്കിലും പിറകെ അപേക്ഷയുമായി നടന്ന ചരിത്രമുണ്ടോ? ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരും. മുന്നണി വിടുന്നുണ്ടെങ്കിൽ MLA-മാർ രാജിവെക്കണമെന്ന കോൺഗ്രസ് നേതാവ് MM ജേക്കബിനും KM മാണി മറുപടി നൽകി. ഞങ്ങളുടെ കൂടി വോട്ടിന്റെ ബലത്തിൽ വിജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാരും രാജിവെക്കണ്ടേ? ഞങ്ങൾ മാറുന്നതോടുകൂടി. ചരൽക്കുന്ന് ക്യാമ്പിന്റെ തുടക്കത്തിൽ തന്നെ KM മാണി പ്രഖ്യാപിച്ച രാഷ്ട്രീയ നിലപാട് UDF രാഷ്ട്രീയത്തെ തെല്ലൊന്നുമല്ല ബാധിക്കുക. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. KM മാണി ഏതു പക്ഷത്തേക്കാണ്? ചരൽക്കുന്നിൽ നിന്നും രതീഷ്, റിപ്പോർട്ടർ. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ, കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്, CPI നേതാവ് K രാജൻ MLA, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് മാത്യു സ്റ്റീഫൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചെറുകര സണ്ണി ലൂക്കോസ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ
കെ രാജൻ MLA, പതിറ്റാണ്ടുകൾ നീണ്ട UDF ബന്ധം ഇപ്പോൾ KM മാണി ഒഴിവാക്കുകയാണ്. ഔദ്യോഗികമായി നാളെ അത് പ്രഖ്യാപിക്കും. അദ്ദേഹം ഇന്ന് പറഞ്ഞതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുകയാണ് എന്നാണ് KM മാണി വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ വന്ന പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം മാറ്റി നിർത്തിയാൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് BJP അതുപോലെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് ആര് പറഞ്ഞാലും ഞങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന്. ഗോവിന്ദമാഷ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പക്ഷേ CPI നേതൃത്വം വേറൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു. പന്ന്യൻ രവീന്ദ്രനുള്ള മറുപടി KM മാണിയുടെ പ്രസംഗത്തിലുമുണ്ട്. രവീന്ദ്ര മുന്തിരിങ്ങയ്ക്ക് ചാടിയിട്ട് കിട്ടാത്ത കുറുക്കൻ്റെ കഥ ഓർമ്മിപ്പിക്കരുത് എന്ന് പറഞ്ഞാണ് പ്രതികരിച്ചത്. KM മാണി ഇടതുമുന്നണിയിലേക്ക് വരാൻ, ഇടതുമുന്നണിയുടെ ഭാഗമാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ CPI? അങ്ങനെ ഒരു സാഹചര്യം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഉണ്ടായാൽ എന്തായിരിക്കും CPIയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? ജീവകുമാറെ, ഞങ്ങളുടെ തീരുമാനം നേരത്തെ മുതൽ കൃത്യമാണ്. CPIക്ക് KM മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഒരു കാരണവശാലും എടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും ഉള്ളത്. ഇപ്പോൾ വിജയൻ സൂചിപ്പിച്ചതുപോലെ പന്ന്യൻ രവീന്ദ്രനോട് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്നൊക്കെ മാണി പറയാൻ ഈ മുന്തിരിങ്ങ ഇത്ര വലിയ വിലപ്പെട്ട സാധനമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഈച്ചയെ കൊല്ലാൻ വിജയ ആരും AK-47 തോക്കും കൊണ്ട് പോകാറില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ മതി. KM മാണിയുടെ ചരിത്രത്തിൽ ഇത് പുതിയൊരു അധ്യായമല്ല. കേരള കോൺഗ്രസ് നേരത്തെ തന്നെ പറയാറുള്ളത് ഞങ്ങൾ വളരും തോറും പിളരും, പിളരും തോറും വളരുമെന്നാണ്. ഇപ്പോൾ വളർച്ചയില്ല, പിളറൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വരളലാണ്. അതിലൊന്നും കേരള കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകത്തുള്ളിടത്തോളം കാലം സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതൊരു ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കേരള കോൺഗ്രസിൻ്റെ നേതാവ് KM മാണി പറഞ്ഞത് നമ്മൾ TV-യിൽ കണ്ടല്ലോ, വിജയകുമാർ ഉൾപ്പെടെ നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന എല്ലാവരും കണ്ടല്ലോ. LDF-നോടും UDF-നോടും സമദൂരമാണ് എന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം. പക്ഷേ BJP-യോട് എത്ര ദൂരം എന്ന് പ്രഖ്യാപിച്ചില്ല. അതാണ് ഇനി വരാൻ പോകുന്ന ചർച്ച. BJP-യോട് എത്ര ദൂരം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF തകർച്ചയുടെ അവസാന ഘട്ടത്തിലാണ്. ഇത് ആദ്യത്തെ വെടിപൊട്ടിക്കലാണ്. ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് UDF-നകത്തുള്ള ഘടകകക്ഷികൾ പലരായി പിളരാൻ പോവുകയാണ്. ആ പിളർപ്പിൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല. കഴിഞ്ഞ 5 വർഷമായി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കച്ചവടത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിനകത്തെ കണക്ക് തർക്കം, ഇത് ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. KM മാണി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾ മുന്നണി മാറിപ്പോയാൽ ഞങ്ങളെ കോൺഗ്രസ് അലക്കി വിടരുത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞങ്ങളെ പ്രത്യേകമായി ആക്രമിക്കരുത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെ ആക്രമിച്ചാൽ, ഞങ്ങൾ പോകുന്നതിനെ തുടർന്ന് ഞങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ആക്രമിച്ചാൽ അതിൻ്റെ ഒക്കെ കണക്ക് ഞങ്ങൾ പറയും എന്ന് മാണി വൃത്തിയായി സൂചിപ്പിച്ചു. വരുന്ന ഒരു മാസം ഓണത്തിന് മുമ്പ് UDF-ൻ്റെ ദയനീയമായ സ്വയം നഷ്ടപ്പെടലിൻ്റെ കാലമായിരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ബോധ്യമായി. ഞാൻ വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും KM മാണിയെ സ്വീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചാൽ മാണി എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു നിലപാടെടുത്തത്? ആ നിലപാടെടുത്തതിൻ്റെ താല്പര്യം എന്താണ്? ബാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പങ്കെടുത്ത റിപ്പോർട്ടറിൽ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചകളെല്ലാം ഇവരെല്ലാം തന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേ? ഞങ്ങളിത് അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷൻ ആ നിലപാടെടുക്കാൻ പോകുന്നു. ആ നിലപാട് ഞങ്ങൾ കേരളത്തിൽ വ്യക്തമാക്കിയാൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകും. കേരള രാഷ്ട്രീയത്തിൽ ഒന്നും വ്യക്തമാക്കിയില്ല, ഒരു സ്ഫോടനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊന്നും ആശയപരമായ പ്രശ്നമല്ല, ആമാശയപരമായ പ്രശ്നമാണ്. അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ൽ തുടർച്ചയായി ഉണ്ടാകാൻ പോകുന്നതാണ്. ശരിയാണ്. അക്കാര്യത്തിൽ അതാണ് താങ്കളുടെ നിലപാട്. ഞാൻ വിശദമായി താങ്കളിലേക്ക് ഒരിക്കൽ കൂടി വരുന്നുണ്ട്. ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ മാത്യു സ്റ്റീഫൻ, ഇപ്പോൾ ഇവിടെ കേരള കോൺഗ്രസ് ഒരു അന്വേഷണ സമിതിയൊക്കെ വെച്ചുവല്ലോ. ആ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടും കേരള കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്, KM മാണിയുടെ പക്കലുണ്ട്. താങ്കളുടെ പാർട്ടിയുടെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാവ് ആന്റണി രാജുവിൻ്റെ ഒക്കെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ടാകുമല്ലോ, അതിൻ്റെ വിവരങ്ങൾ അറിയാമല്ലോ. എന്തുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല? ഇപ്പോൾ കേരള കോൺഗ്രസ് അത് പുറത്തുവിടുന്നില്ല, അത് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ അറിയാവുന്ന ഈ KM മാണി പറയുന്ന ഈ ബാർ കോഴ കേസിലെ ഗൂഢാലോചന വിശദാംശങ്ങൾ നിങ്ങളാരും പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല? അത് ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. ശ്രീ KM മാണിക്കും ജോസ് കെ മാണിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പറയേണ്ടത് KM മാണിയോ ജോസ് കെ മാണിയോ ഉൾപ്പെടുന്നവരാണ്. ശ്രീ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു.
ആ കമ്മിറ്റി ഉണ്ടായിരുന്നത് അവർക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഞങ്ങളായിട്ട് ആരെയും ചെളിവാരി എറിയാനോ ആരെയെങ്കിലും മോശക്കാരാക്കാനോ ഈ സമയം വരെ ശ്രമിച്ചിട്ടില്ല. ഇതിനകത്തുണ്ടായ സംഭവം എന്താ? ഞങ്ങൾ 6 മാസം മുമ്പ് പറഞ്ഞില്ലേ, ഇത് ശരിയല്ല ഈ പോക്ക്, UDF തകർക്കും, UDF തകർന്നുകൊണ്ടേയിരിക്കുന്നു, അഴിമതി രാജ്യം മുഴുവനായിരിക്കുന്നു, ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം. പക്ഷേ എന്തുകൊണ്ട് അന്ന് സ്വീകരിച്ചില്ല? ആ രാഷ്ട്രീയ നിലപാട് അന്ന് സ്വീകരിക്കാതെ ഇന്ന് വല്ലാത്തൊരു ഗതികേടി ചെന്ന് പെട്ടപ്പോൾ ഞാൻ മാറി നിൽക്കുകയാണ്, പ്രത്യേക ബ്ലോക്കാകാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയുന്ന എന്താ കാര്യമായിരിക്കുന്നത്? ഭരണമുണ്ടെങ്കിൽ ഒരു ദൂരം, ഭരണമില്ലെങ്കിൽ സമദൂരം. എന്ത് കാഴ്ചപ്പാടാ? ഈ UDFന്റെ കൂടെ നിന്ന് 4-5 വർഷക്കാലം ഭരിച്ചില്ലേ? നേട്ടം ഉണ്ടാക്കാമെന്ന് മുഴുവൻ ഉണ്ടാക്കിയില്ലേ? അന്നൊരു സമദൂരം ബഹുദൂരം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഭരണമില്ലാതെ വന്നപ്പം സമദൂരവും ഭരണമുണ്ടെങ്കിൽ ഒരു ദൂരവും. പലപ്പോഴും മാനസാറിന്റെ തത്വസംഹിതകളൊക്കെ ഇങ്ങനെയാണ്, വളരും തോറും പിളരും. ഞങ്ങളാരുമല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അദ്ദേഹം പറയുന്നു ഇപ്പൊ വേറൊരു തത്വസംഹിത പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്താ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം? ഇന്ന് വല്ലാത്തൊരു ഗതികേടിലേക്ക് UDF ചെന്നുപെട്ടിരിക്കുന്നു. KM മാണി ചെന്നുപെട്ടിരിക്കുന്നു. KM മാണിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട MLA പറഞ്ഞല്ലോ, പരമാവധി 6 മാസം, അതിൽ കൂടുതൽ UDF പോവുകയില്ല. UDFന് അടുത്ത 4-5 വർഷമല്ല, ചിലപ്പോൾ ഒരു 10 വർഷത്തേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്രമാത്രം വലിയ അഴിമതിയുടെ ചാലിലാണ് UDF കഴിഞ്ഞ ദിവസങ്ങളിൽ പോയി വീണത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ, ഇത് സത്യസന്ധമാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് 2 മാസമല്ലേ തെരഞ്ഞെടുപ്പായുള്ളൂ? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഒരു തീരുമാനമെടുത്തില്ല? ശരി, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മാത്യു സ്റ്റീഫൻ, ഞാൻ താങ്കളിലേക്ക് വരാം. കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ ഇന്ന് KM മാണി പറയുകയായിരുന്നു 3 പതിറ്റാണ്ടോളം ഞാൻ UDFനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ 3 പതിറ്റാണ്ടോളം KM മാണി ഉൾപ്പെട്ട UDFൽ നിന്നും ഇപ്പോൾ മാണി യാത്ര പറഞ്ഞിറങ്ങുകയാണ്. നാളെ ഉച്ചയ്ക്ക് മാണി ഔദ്യോഗികം പ്രഖ്യാപിക്കും. സമദൂരമാണ് നിലപാടെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. സ്വതന്ത്ര നിലപാടെടുക്കാൻ പോവുകയാണെന്ന് KM മാണി അറിയിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് UDF നേതൃത്വവും കോൺഗ്രസും ഒക്കെ കരുതുന്നത്? KM മാണി പോകുന്നെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ, നമ്മളിനി ചർച്ചയ്ക്കൊന്നും പോകേണ്ടതില്ല, പോകുന്നവരൊക്കെ പൊയ്ക്കോട്ടെ, ആ നിലപാടിലേക്ക് കോൺഗ്രസ് വന്നു കഴിഞ്ഞിട്ടുണ്ടോ മാണിയുടെ കാര്യത്തിൽ? ഒന്ന്, മാണി സാർ ഇപ്പോഴും അവരുടെ പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം TV കേട്ടു. അദ്ദേഹത്തിന് മനസ്സിലുള്ള ആശയങ്ങൾ അവിടെ പ്രകടിപ്പിച്ചു. UDFൽ അദ്ദേഹത്തിന് ചില തിക്താനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അതൊക്കെ അദ്ദേഹം പാർട്ടിക്കാരുടെ അവരുടെ പരമോന്നത സമിതി എന്ന് അവരവകാശപ്പെടുന്ന അവരുടെ ക്യാമ്പിൽ അവർ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ചർച്ച നടക്കണം, പലരും അഭിപ്രായം പറയാറുണ്ട്. അതിനുശേഷം അന്തിമമായ തീരുമാനം നാളെ അറിയാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് തന്നെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഈ ആശയത്തെ യോജിക്കുവോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ കയറി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ട എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ലൈൻ. ഏതായാലും വരട്ടെ. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ നമുക്കറിയാം KM മാണി ഒരു നിലപാട് എടുക്കാൻ തീരുമാനിക്കുകയും അത് പൊതുവിൽ പറയുകയും ചെയ്യുമ്പോൾ പാർട്ടിക്കകത്ത് അക്കാര്യത്തിലൊരു ധാരണ ഉണ്ടായി കാണുമല്ലോ. ഇപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് പഴയ PJ ജോസഫ് വിഭാഗത്തിന്റെ കാര്യമാണ്. ഇപ്പോൾ മോൻസ് ജോസഫും PJ ജോസഫും അക്കാര്യത്തിൽ KM മാണിയോടൊപ്പം തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനി അതല്ല, മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ അവർ പറയട്ടെ. പക്ഷേ KM മാണി തീരുമാനിച്ചു കഴിഞ്ഞു, സമദൂരമെന്നും സ്വതന്ത്ര നിലപാടെന്നും പറഞ്ഞു. ഞങ്ങൾ മുന്നണി വിട്ട് പുറത്തു പോകുമ്പോൾ ഞങ്ങളെ ചീത്ത വിളിക്കരുത് എന്നും KM മാണി പറഞ്ഞു. ഇതിനർത്ഥം എന്താണ്? ഇനി UDFുമായി സഹകരിക്കാൻ പോകുന്നില്ല. ഒരു പുനർവിചിന്തനത്തിൻ്റെ സമയമാണ്. ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. എപ്പോഴും കസേര ഉണ്ടാകണമെന്നൊന്നുമില്ല. നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലണമെന്നൊക്കെ KM മാണി അതിൻ്റെ നേതാക്കളോട്, സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ നേതാക്കളോട് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? മുന്നണി വിടാൻ പോവുകയാണ്, നമ്മൾ സ്വതന്ത്ര നിലപാടെടുക്കാൻ പോവുകയാണ്. UDF ശരി ചെയ്താൽ പിന്തുണയ്ക്കും, LDF ശരി ചെയ്താൽ പിന്തുണയ്ക്കും, എല്ലാവരോടും സമദൂരം എന്ന് പറഞ്ഞാൽ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നാണല്ലോ. UDFൽ നിന്നുകൊണ്ട് സമദൂരത്തെ പറ്റി സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ തീരുമാനം KM മാണി എടുത്തു, അത് പറഞ്ഞു. ഇനി ചർച്ച നടക്കുമെന്ന് KM മാണി പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ തീരുമാനം നിങ്ങൾ ഈ മാധ്യമത്തിൽ കൂടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
നാളെ അവരുടെ ക്യാമ്പ് കഴിഞ്ഞ് ഔദ്യോഗികമായി അവർ പ്രഖ്യാപിക്കുമല്ലോ. മാണി സാറിൻ്റെ പാർട്ടി നാളെ പ്രഖ്യാപിക്കും എന്താണ് അവരുടെ തീരുമാനം. ആ തീരുമാനം വരട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ആശയമൊക്കെ പറഞ്ഞു. അവരുടെ പാർട്ടിക്കകത്ത് ചർച്ച നടക്കണം. ആ ചർച്ചയും ക്യാമ്പും എല്ലാം കഴിഞ്ഞ് ഔദ്യോഗികമായി UDF-നെ അറിയിക്കില്ലേ? സാമാന്യ മര്യാദ ഉണ്ടല്ലോ അതിനകത്ത്. അദ്ദേഹം പറയുമല്ലോ, ഞങ്ങളിങ്ങനെ തീരുമാനമെടുത്തു, ഞങ്ങൾ പിന്മാറുന്നു, ഞങ്ങൾ സ്വതന്ത്ര ബ്ലോക്ക് ആകുന്നു. ആ തീരുമാനം വന്നതിന് ശേഷം ഞങ്ങൾ റിയാക്ട് ചെയ്ത പോലെ അതിനായി ഇപ്പോഴേ കയറി റിയാക്ട് ചെയ്ത് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു വേവലാതിയൊന്നുമില്ല. മാണി സാറിൻ്റെ പാർട്ടിക്ക് ചർച്ചയുള്ള അവകാശമുണ്ട്. അവർക്ക് ഒരു സ്വതന്ത്ര പാർട്ടിയല്ലേ, ഇൻഡിപെൻഡൻ്റ് നയമുള്ള പാർട്ടിയല്ലേ. UDF-മായി ചില മിനിമം പരിപാടി അടിസ്ഥാനത്തിലാണ് കേരള കോൺഗ്രസ് അടക്കമുള്ള UDF ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പിന്മാറുമ്പോൾ അവർ പറയട്ടെ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പിന്മാറുന്നു. ഇത് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അദ്ദേഹം പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. അതാണ് തീരുമാനം എന്നുള്ള ലെവലിലേക്ക് ഇപ്പം അതിന് റിയാക്ട് ചെയ്യാൻ ഞാൻ തയ്യാറില്ല. മറിച്ച് നാളെ അവരുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരട്ടെ. വരുമ്പോൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അപ്പം പറഞ്ഞാൽ പോരെ. അല്ല ശ്രീ ഡൊമിനിക് പ്രസന്നേഷ്, അതല്ല, മാണി പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ, അല്ലാതെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താനൊന്നും പോകേണ്ടതില്ല. ഇനി ഒരു അനുരഞ്ജനത്തിന് അങ്ങോട്ട് പോയി ചർച്ചയോ നടത്തേണ്ടതില്ല. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്നതാണോ? അതോ ഇനിയും ചർച്ചകൾക്ക് സാധ്യതയുണ്ട്? അതല്ല, ആ പാർട്ടിയുടെ അഭിപ്രായം അതിൽ ചില അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആ രീതിയിലൊക്കെയാണോ ഇതിനെ കാണുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും കേരള കോൺഗ്രസ് ഈ മുന്നണി വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മാണി സാറ് കൂടെ ഉൾപ്പെട്ട് 10, 30, 40 കൊല്ലമായി ഉള്ള സംവിധാനമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ പുറത്താക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ അദ്ദേഹം സ്വയം തീരുമാനമെടുത്ത് ഒരു പ്രഖ്യാപിക്കുമ്പോൾ അപ്പം പറഞ്ഞാൽ പോരെ. അത് ഇപ്പോഴേ കയറി ബഹളം ഉണ്ടാകാൻ കാര്യമുണ്ടോ? രാഷ്ട്രീയത്തിൽ 24 മണിക്കൂറിന് എന്തെല്ലാം മാറ്റം ഉണ്ടാകുന്നു, എന്തെല്ലാം മാറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൂടാ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവരുടെ കമ്മിറ്റിക്കകത്ത് വെച്ചു. നാളെ അവിടെ ക്യാമ്പ് സമാപിച്ച് അവിടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് വരുമ്പോഴേക്കും അപ്പോഴേക്ക് ഞങ്ങൾ പറയാം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിർണായകമാണെന്നുള്ളത് വേണമെങ്കിൽ ഒരു വാദത്തിന് ഞാൻ അംഗീകരിക്കാം. ശ്രീ ചെറുകര സണ്ണി ലൂക്കോസ്, താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ഒരു വസ്തുത കാണുന്നുണ്ടോ? 24 മണിക്കൂർ രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. KM മാണി അന്തിമ തീരുമാനമല്ല പ്രഖ്യാപിച്ചത്. അവരുടെ പാർട്ടിയുടെ നിലപാട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് KM മാണിയുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം മാത്രമാണ്. ഇത് പാർട്ടിയുടെ നിലപാടല്ല. വരാനിരിക്കുന്ന 24 മണിക്കൂർ നിർണായകമാണ്. ഇതൊക്കെ വല്ല കാര്യവുമുണ്ടോ? KM മാണി ഇന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ആ പാർട്ടി നാളെ വേറെ എന്തെങ്കിലും പറയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നോക്കൂ, ഇത് KM മാണി ഇന്ന് പറയുന്നതല്ല. KM മാണി കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, സ്വന്തം അണികളെ മാനസികമായി അതിലേക്ക് പരുവപ്പെടുത്തുന്ന രീതിയിലുള്ള ഘട്ടം ഘട്ടമായുള്ള ചില തീരുമാനങ്ങളും പ്രസ്താവനകളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ KM മാണി എന്താണ് ഇതിലേക്കൊക്കെ നയിച്ചത്. KM മാണി കഴിഞ്ഞ UDF ഭരണകാലത്ത് നല്ല നിലയിൽ UDF-മായി ബന്ധത്തിൽ നല്ല നിലയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് 50 വർഷം അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെ 50 വർഷം ആഘോഷിക്കുന്ന ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കേരളത്തിൽ ഇനി ഒരു മുഖ്യമന്ത്രിയാകണം, കേരളത്തിൽ താൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന നിലയിൽ ഒരാഗ്രഹം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് വളരെ നേരിയ ഭൂരിപക്ഷമുള്ള UDF അത്തരമൊരു പശ്ചാത്തലത്തിൽ അതൊരു മുന്നണി മാറ്റ സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുകയും ആലോചിക്കപ്പെടുകയും ചെയ്യുന്നത്. അതൊന്നും ഇന്ന് രഹസ്യമായ കാര്യമല്ല. കാരണം രാഷ്ട്രീയത്തിൽ ഇത്തരം ചില നീക്കുപോക്കുകളും ചർച്ചകളും ഒരിക്കലും രഹസ്യമായിരിക്കുകയുമില്ല. അത്തരം ചില ചർച്ചകൾ നടന്ന് അദ്ദേഹം മുന്നണി മാറുന്നതിനെക്കുറിച്ച് ആലോചന നടന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാനും അതിന് തടയിടാനും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ചില ശ്രമങ്ങൾ ഉണ്ടാവും. അത് ബാർക്കോഴ ആരോപണത്തിന്റെ രൂപത്തിൽ വന്നു എന്നാണ് KM മാണി അദ്ദേഹത്തിന്റെ ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള ഒരു ആദ്യത്തെ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. താൻ മുഖ്യമന്ത്രിയാകുന്നത് അല്ലെങ്കിൽ മുന്നണി വിട്ടു പോകുന്നത് തടഞ്ഞ് തന്നെ UDF-ൽ തളച്ചിടാൻ വേണ്ടി ആരോപണം ഉന്നയിച്ചു.
തന്നെ ഗൂഢാലോചന നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരെ മറിച്ച് ഈ ഗൂഢാലോചനയെക്കുറിച്ച് ഉള്ള സമയത്ത് മാധ്യമപ്രവർത്തകരും മറ്റുള്ളവരും ചോദിച്ചപ്പോൾ ഈ ഗൂഢാലോചന കമ്മിറ്റി വെച്ച് ഇങ്ങനെ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനോടൊക്കെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ചില അസൗകര്യങ്ങൾ ഇപ്പം ഉണ്ട് എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബാർക്കോഴ കേസ്, അത് കേസിന്റെ അന്വേഷണം നടക്കുന്നു, അത് വിജിലൻസിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അങ്ങനെ ചില അസൗകര്യങ്ങൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ട് പുറത്തു നിൽക്കുമ്പോൾ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ മുന്നിൽ അത്തരം അസൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ കെ എം മാണി പറഞ്ഞതുപോലെ തന്നെ പരസ്പര വിശ്വാസം ഒരു വലിയ ഘടകമാണ്. ആ പരസ്പര വിശ്വാസം മാണി LDFിലേക്ക് പോയി അവിടെ അവസരം തേടാൻ ശ്രമിച്ചപ്പോൾ മുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് പിന്നെ ബാർക്കോഴ ആരോപണം വന്നതിന് ശേഷം അത് കേസ് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് തന്നോട് ചെയ്ത അനീതിയാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് കെ ബാബുവിന്റെ കാര്യത്തിൽ ത്വരിത പരിശോധനയെ നടന്നുള്ളൂ, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചില്ല. അപ്പൊ 2 നീതി ഉണ്ടായി എന്ന പരാതി അദ്ദേഹത്തിന് ആ ഘട്ടത്തിലുണ്ടായി. എന്ന് മാത്രമല്ല, ബാർ കോഴ കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെ പലപ്പോഴും ശരിയാണ് ശ്രീ ചെറുകര സണ്ണി ലൂക്കോസ്, താങ്കൾ പറയുന്നത് കെ മാണി നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ മാണിയുടെ ക്യാമ്പ് നിരന്തരമായി കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നില്ല. അതിനെ കുറെ കൂടി രാഷ്ട്രീയമായി വലിയൊരു ക്യാൻവാസിൽ കാണാനാണ് കെ മാണി ശ്രമിച്ചത്. കർഷകരുടെ പ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടി. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ രാജൻ, ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് കെ മാണി ഇടതുമുന്നണിയിലേക്ക് വരാനുള്ള നീക്കം തടയപ്പെട്ടു എന്നതിൽ തുടങ്ങിയതാണ്. ആ ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും അന്ന് തുടങ്ങിയതാണ് ഈ രഹസ്യ ബാന്ധവം എന്ന് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ രഹസ്യമായി പറയുന്നുണ്ട്, അവരത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ബാർ കോഴ കേസ് അതിൻ്റെ ഭാഗമാണോ അല്ലേ എന്നതല്ല, പക്ഷേ കെ മാണി അത്തരമൊരു നീക്കം നടത്തിയിരുന്നു എന്നത് രാഷ്ട്രീയ ഉപശാലകളിൽ പറഞ്ഞു കേൾക്കുന്ന കഥയാണ്. അതേറെക്കുറെ കെ മാണിയോടൊപ്പമുള്ളവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇടതുമുന്നണി എന്നത് കെ മാണിയുടെ എക്കാലത്തെയും ഒരു ഓപ്ഷൻ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇനിയും ആ സാധ്യത അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇല്ല വിജയ, വലിച്ചെറിയുന്ന എല്ലാ വേസ്റ്റും വീഴാൻ പറ്റിയ കുപ്പത്തൊട്ടിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് അക്കാര്യത്തിൽ കർശനമായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കെ എം മാണിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മുന്നണിക്ക് അകത്തുള്ളിടത്തോളം കാലം കെ എം മാണി ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ നയത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനാധിപത്യമായ കേന്ദ്രീകരണത്തിലും പുരോഗമന ചിന്തയിലും അധിഷ്ഠിതമായൊരു മുന്നണിയാണ്. ആ മുന്നണിയിലെ നിർണായക സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നയം വ്യക്തമാക്കി. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഡൊമിനിക് പ്രസന്റേഷനെ പോലെ ഒരാൾ പറയുന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി വെന്റിലേറ്റർ ഊരിയതിന് ശേഷം ഇനി മരണം പ്രവചിച്ചതിന് ശേഷമേ മരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഡോക്ടർ നിലപാടാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും 2 നിലപാടിലാണ്. നിങ്ങൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഉമ്മൻചാണ്ടി പറയുന്നു ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നിത്തല പറയുന്നു ഞങ്ങൾ അങ്ങനെ വരട്ടാൻ നോക്കണ്ട. എന്നിട്ട് എന്താ കോൺഗ്രസിനകത്തൊരു നിലപാടില്ലാത്തത്? കോൺഗ്രസ് ഇതൊരു പുതിയ സൂചനയാണ് വിജയൻ. ഇനി ഒരുപാട് ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആദ്യത്തെ പാർട്ടിയാണ് ഒഴിയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 2 പാർട്ടികൾ കൂടി ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി പോവുകയാണ്. അതിനധികം സമയമില്ല, മാക്സിമം 1-1.5 മാസക്കാലമേ ഉള്ളൂ. ഇവരുടെ എല്ലാം വിട്ടുപോരലിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രശ്നമാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. ഞങ്ങൾ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കെ എം മാണിയെ സ്വാഗതം ചെയ്യുന്ന ഞാൻ സന്തോഷം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ആയിട്ടില്ല. NDF-ഉമായുള്ള ദൂരം എത്രയാണ്? NDF-ഉമായി ബന്ധപ്പെട്ട ദൂരം എത്രയാണ്? LDF-നോടും UDF-നോടും സമദൂരം.
BJP ആയിട്ടുള്ള ദൂരത്തിന്റെ അതാണ് നമുക്ക് അത് PC തോമസിനോട് തന്നെ ചോദിക്കാം. ഈ ചർച്ചയിൽ ഇന്ന് കേരള കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്താതിരുന്നത്. PC തോമസ് ഉണ്ടല്ലോ, NDAയുടെ പ്രതിനിധി, അദ്ദേഹം പറയട്ടെ. ഇന്നിപ്പോൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് എന്താണ്? BJPയുടെ വാതിൽ എല്ലാവർക്കും മുന്നിലും തുറന്നു കിടക്കുകയാണ്. KM മാണി ഒരു നിലപാട് പറയട്ടെ. ശ്രീ PC തോമസ്, KM മാണി ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ആളാണല്ലോ താങ്കൾ. KM മാണിയുടെ കൂടെ എത്രയോ കാലം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. KM മാണി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു സമീപനം സ്വീകരിക്കുമായിരിക്കും. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കും മാണി, ആ സമയത്തായിരിക്കും മാണി നിർണായകമായ തീരുമാനം പ്രഖ്യാപിക്കുക. NDAയിലേക്ക് വരാൻ KM മാണി നീക്കം നടത്തുന്നുണ്ടോ? താങ്കൾക്ക് പഴയ രീതിയിലുള്ള ശത്രുതയൊന്നും KM മാണിയുമായി ഇപ്പോഴില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കളാണോ അതിന് മുൻകൈ എടുക്കുന്നത്? താങ്കളുടെ നേതൃത്വത്തിലാണോ ചർച്ചകളൊക്കെ നടക്കുന്നത്? അല്ല, അങ്ങനെ ചർച്ചകൾ ഇപ്പോൾ നടന്നിട്ടില്ലല്ലോ. ഇപ്പോൾ അതിനുള്ള സാഹചര്യം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് M, നിങ്ങളെല്ലാവരും കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്. കേരള കോൺഗ്രസ് M ഒരു തീരുമാനമെടുക്കട്ടെ. ആ തീരുമാനം എടുക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ ചർച്ചകൾക്ക് വേദിയാകും. അങ്ങനെ ഒരു ചർച്ച വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ കേരള കോൺഗ്രസ്സുകൾക്ക് NDAയിൽ ഒരു കാരണവശാലും പറ്റത്തില്ല എന്ന സാഹചര്യമൊന്നുമില്ല. കേരള കോൺഗ്രസ്സുകൾക്ക് എല്ലാം പല പല തട്ടുകളിൽ നിൽക്കുന്നു എന്നുള്ളത് കേരള കോൺഗ്രസ്സുകൾക്ക് ഒരു ക്ഷീണമുണ്ടായിട്ടുണ്ട്. അതൊന്ന് മാറി എല്ലാവർക്കും യോജിക്കാവുന്ന പല കാര്യങ്ങളുണ്ട്. കാർഷിക കാര്യങ്ങൾ, കൃഷിക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, കേരളത്തിൻ്റെ വികസനം, ഇവയ്ക്കൊക്കെ വേണ്ടി നിലകൊള്ളാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം എന്നുള്ള നിലയിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ കേരള കോൺഗ്രസ് M വന്നാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു ചർച്ചയിലേക്ക് വരും. അതല്ലാതെ അതിനു മുമ്പ് അങ്ങനെ ഒരു ചർച്ച തുടങ്ങി വെക്കാനായിട്ട് ഇതുവരെ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ട് എങ്കിൽ കേരള കോൺഗ്രസ് M എന്ന പാർട്ടിക്ക് തീർച്ചയായിട്ടും NDAയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. NDAയുടെ നേതാക്കന്മാരെ അകറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത്തരമൊരു ചർച്ചയ്ക്ക് സാധ്യത ഇനിയുമുണ്ട്. ആ ചർച്ച തുടങ്ങി വെക്കേണ്ട സമയമായി എന്നാണ്. കർഷകർക്ക് അനുകൂലമാണോ? അതെ, അത് ശരിയാ. കേരള കോൺഗ്രസ് M എന്ന പാർട്ടി ഇന്ന് ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചോ, അല്ലെ നാളെ ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചോ, വേണ്ടി വന്നാൽ NDAയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ NDAയുമായിട്ട് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. BJP എന്ന് പറഞ്ഞത് BJP അല്ല, NDA എന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. NDA എന്ന ആ സഖ്യവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കേരള കോൺഗ്രസ് M തയ്യാറാണ് എങ്കിൽ അതിന് ഒരു ചർച്ച തുടങ്ങി വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ തുടങ്ങി വെച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുവാനായിട്ട് കേരള കോൺഗ്രസ് M-ലെ ധാരാളം ആളുകൾ അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വരട്ടെ. വരുമ്പോൾ ഈ പറയുന്നത് പോലെ ഇതിനു മുമ്പ് ഒരു ചർച്ച അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയാൻ വയ്യ. അങ്ങനെ തുടങ്ങി വെച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയും എന്ന് തോന്നുന്നു. അതിനകത്ത് പ്രശ്നമുണ്ട് വിജയകുമാരെ. പറയൂ രാജൻ, എന്താണ് പ്രശ്നം? അല്ല, അതിനകത്ത് പ്രശ്നമുണ്ട് വിജയകുമാരെ. അല്ല, ഞാൻ പറയുന്ന രണ്ട് കാര്യം. എൻ്റെ അഭിപ്രായം BJPയിലേക്ക് മാണി പോകണമെന്നാണ്. കാരണം അപ്പം നെല്ലും അതിനും തിരിച്ചറിയും. ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തുന്നവരാണ് മാണിക്കെതിരെ എന്ന് പ്രചരിപ്പിച്ച BJPയിലേക്ക് തന്നെ മാണി പോകണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊരു രാഷ്ട്രീയ ചർച്ചയാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള PC ഇവിടെ പറഞ്ഞല്ലോ, കൃഷിക്കാരുടെ പ്രശ്നം തീർക്കാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന മുന്നണിയിലേക്ക് മാണി മാറി. ഏത് കൃഷിക്കാരുടെ പ്രശ്നമാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് തീർത്തിട്ടുള്ളത്? അപ്പം അങ്ങനെയൊന്നും ചർച്ചയിലേക്ക് പോകണ്ട. കുറേ കാലമായി ജോസ് കെ മാണിയെ മന്ത്രിയാക്കാൻ വേണ്ടി BJPയുമായി മുന്നണിയാക്കാം എന്ന് മാണി ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ പോലെ ജനാധിപത്യം ഒന്നും ഇല്ല അതിനകത്ത്. ഇനി നാളെ തീരുമാനമൊന്നും എടുക്കാനില്ല. ഇവിടെ പിളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും അതിൻ്റെ ചെയർമാൻമാരായ ആളുകൾ തീരുമാനിക്കും എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഇവിടെ BJPയിലേക്ക് പോകാൻ കുമ്മനം സ്വീകരിച്ചല്ലോ. കുമ്മനം മറക്കരുത്. യുവമോർച്ചക്കാരോട് ചോദിക്കണം. ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് നുണ പറഞ്ഞിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും കേരളത്തിൽ മുഴുവൻ വലിയ സമരം നടത്തി യുവമോർച്ച നേതാക്കളുണ്ടല്ലോ, ഇപ്പോഴും കേസിൽ പ്രതികളായിട്ട് നടക്കുക. അവരുടെ അടുത്തേക്കാണോ മാണിയെ നിങ്ങൾ മുന്നണിയാക്കാൻ കൊണ്ടുപോകുന്നത്? കാര്യമൊന്നും നോക്കണ്ട. അടുത്ത ദൂരം അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇതിപ്പോൾ കെ രാജൻ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, UDFന്റെ ശിഥിലീകരണത്തിന്റെ തുടക്കമാണ് KM മാണിയുടെ ഇന്നത്തെ പ്രസംഗം. വരാനിരിക്കുന്ന
5 or 6 മാസത്തിനുള്ളിൽ മറ്റ് ചില ഘടകകക്ഷികൾ കൂടി UDF-ൽ നിന്ന് പോകും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, UDF-ൽ ഇപ്പോൾ KM മാണി പറഞ്ഞതുപോലെ ഈ നല്ല അന്തരീക്ഷം തകർത്തത് കോൺഗ്രസ് ആണ് എന്ന പരോക്ഷ വിമർശനമാണ് ഇന്ന് KM മാണി നടത്തിയത്. ഈ മുന്നണിക്കകത്തെ നല്ല ബന്ധം തകർത്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തന്നെയാണോ? ഈ ഘടകകക്ഷികളുമായുള്ള ഒരു നല്ല ബന്ധം അത് ഇല്ലാതാക്കിയത് കോൺഗ്രസ് ആണോ? അതിന് മുമ്പ് രാജനൊരു മറുപടി കൊടുക്കാം. രാജൻ പറഞ്ഞല്ലോ UDF ശുദ്ധീകരണത്തിലേക്ക് പോവാണെന്ന്. കഴിഞ്ഞ LDF-ലെ എത്ര പാർട്ടിയെ വിട്ടുപോയത്? ഡൊമിനിക് കണ്ടോ? ആദ്യം ജനതാദൾ വിട്ടുപോയി, അത് കഴിഞ്ഞിട്ട് RSP കൂട്ടത്തിൽ നിൽക്കുന്നത് 2 ഇടതുപക്ഷ പാർട്ടികളല്ലേ? അവരിപ്പോ ഞങ്ങളുടെ നിൽക്കുന്നില്ലേ? അത് പോയിട്ടും ജനതാദൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് RSP ഞങ്ങൾ വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് പാർട്ടികൾ വിട്ടുപോകുന്നത് കൊണ്ട് മുന്നണി ക്ഷീണിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു ഇലക്ഷൻ തോറ്റതുകൊണ്ടൊന്നും കേരളത്തിലെ UDF-ന് ക്ഷീണമൊന്നും പറ്റുന്ന സംശയമൊന്നും വേണ്ട. ഇവിടെ 77 അടിയന്തരാവസ്ഥ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് നിന്നവരാ CPI. ഞങ്ങൾ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ സീറ്റ് കിട്ടിയില്ല പാർലമെന്റിൽ. അന്ന് 117 സീറ്റാണ് അന്നത്തെ CPI അടക്കമുള്ള കോൺഗ്രസിന് ഇവിടെ കിട്ടിയത്. അപ്പൊ അത് മറക്കരുത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2004-ൽ UDF-ന് ആകെ കിട്ടിയ ഒരേ ഒരു സീറ്റാണ് ലീഗിന്റെ. 2009-ൽ ഞങ്ങൾ 16 സീറ്റ് ജയിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും പാർട്ടി വിട്ടുപോയി എന്നതുകൊണ്ട് UDF ക്ഷീണമുണ്ടാവുമെന്നും രാജൻ ധരിക്കണ്ട. പിന്നെ രാജന്റെ പാർട്ടിയുടെ സ്ഥിതി എന്താ? LDF-നകത്ത് രാജന്റെ പാർട്ടി ഉറച്ചിരിക്കുമെന്ന് പറയാൻ പറ്റുമോ? LDF-ൽ CPM-ആയിട്ട് എത്ര കാലമായി തർക്കമുണ്ട്? അതൊന്നും പറയണ്ട. അതൊക്കെ അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം KM മാണിയുടെ പാർട്ടി, മാണി സാറിന്റെ പാർട്ടി, അവരുടെ ഒരു ക്യാമ്പ് നടക്കുന്നു, മീറ്റിംഗ് നടക്കുന്നു. അതിൽ മാണി സാർ ചില കാര്യങ്ങൾ പറഞ്ഞു. നാളെ ഒരു തീരുമാനം വരട്ടെ, അപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം ഞങ്ങൾ പറയാം. പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നണിയിൽ നിലനിൽക്കണമെങ്കിൽ പരസ്പര വിശ്വാസം അത്യാവശ്യമാണ്. പരസ്പര വിശ്വാസമില്ലാത്ത മുന്നണിയിൽ എങ്ങനെ നിലനിൽക്കുമെന്നാണ് KM മാണി താഴെയുള്ള നേതാക്കളോട് ചോദിക്കുന്നത്. ആരാണ് UDF-ലെ പരസ്പര വിശ്വാസം തകർത്തത്? ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓരോ വാചകം തലനാര് ഇഴകേറി വിശകലനം ചെയ്യേണ്ട സമയമായിട്ടില്ല. അത് ഞാൻ ഇപ്പൊ നാളെ അദ്ദേഹം സമദൂരം പ്രഖ്യാപിച്ച് UDF-ൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ചർച്ചയാവാം, തർക്കമൊന്നുമില്ല. ഇപ്പോൾ ചർച്ച ഞാൻ പറഞ്ഞത് 24 മണിക്ക് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. നാളെ വൈകിട്ട് അറിയാമല്ലോ ഔദ്യോഗികമായി എന്താണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം, മാണി സാർ തീരുമാനം എന്താണെന്ന് അറിയാമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം. അതുവരെ വെയിറ്റ് ചെയ്യും. ഈ 24 മണിക്കൂർ പറയൂ ശ്രീ മാത്യു സ്റ്റീഫൻ പറയൂ. KM മാണിയുടെ സ്വഭാവം ഡൊമിനിക്കിന് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന. ഡൊമിനിക്ക് എൻ്റെ അടുത്ത സ്നേഹിതനാ, നല്ല സ്നേഹിതനാ. പക്ഷെ KM മാണി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, KM മാണി ആ പാർട്ടിയെ കൊണ്ട് നാളെ നടപ്പാക്കും എന്ന് പറഞ്ഞ KM മാണിക്കെതിരെ പറയുന്നവനെയൊക്കെ ചവിട്ടി പുറത്താക്കിയ ചരിത്രമല്ലേ പാർട്ടിക്കുള്ളത്? നമ്മൾ എന്തിനാ? ഞാൻ അതിനകത്ത് കുറെ എൻ്റെ ജീവിതത്തിൽ 40 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവനറിയോ? 40 വർഷക്കാലം KSC എന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് അടികൊണ്ട് കിടന്ന സമയത്തും KM മാണിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുള്ള ആളാ. പക്ഷെ ആ ചരിത്രം മുഴുവൻ മറന്നില്ലേ? അത് മുഴുവൻ മറന്നിട്ടല്ലേ ഇന്ന് KM മാണി കാര്യങ്ങൾ ചെയ്യുന്നത്? ഡൊമിനിക്ക് അറിയാമല്ലോ KM മാണിയുടെ സ്വഭാവം. KM മാണി ചെയ്ത ചെയ്തികൾ മുഴുവൻ ഡൊമിനിക്ക് അറിയാമേലെ. ജേക്കബിനോട് ചെയ്തെന്താ? അതുപോലെ ഓരോരുത്തരോടും PC തോമസോടി ഉണ്ടല്ലോ, PC തോമസോട് ചെയ്തെന്താ? അപ്പം ഞാനും എൻ്റെ മകനും മാത്രം മതി, ഞാനും എൻ്റെ മകനും പറയുന്നതൊക്കെ നടന്നാൽ മതി. അങ്ങനെ ഈ പാർട്ടിയെ കൊണ്ടേ കിട്ടിയിരിക്കുകയല്ലേ. ഡൊമിനിക്കിന് വല്ല സംശയമുണ്ട്? ഡൊമിനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു. നാളെ ഈ തീരുമാനം പരസ്യമായിട്ട് ഒരു ഇതാ തീരുമാനം, വേറെ തീരുമാനമൊന്നുമില്ല. പിന്നെ ഡൊമിനിക്കുള്ള പ്രശ്നം ഇവിടെ MLA പറഞ്ഞ പോലെ പ്രശ്നമുണ്ട്. സുധീരനും ഉമ്മൻചാണ്ടിക്കും രമേശിനും ഇന്ന് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയാൻ പറ്റുമോ? ഇത് ഒന്നിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ? അവിടെ ആ രാഷ്ട്രീയം ആര് കൊണ്ടുവന്നു? അവിടേക്ക് രാഷ്ട്രീയം ആരെത്തിച്ചു?
എന്നിട്ട് നമ്മൾ ഇന്ന് UDF സംശുദ്ധമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നൊരു അർത്ഥമില്ല. ഡൊമിനിക് നല്ല സ്നേഹിത വേറെ കാര്യം, നല്ലൊരു എല്ലാ കാര്യത്തിലും 30-40 വർഷക്കാലത്തെ ബന്ധമുണ്ട്. ശരി, അത് നിൽക്കട്ടെ. ഒരുപക്ഷെ ശ്രീ മാത്യു ഔദ്യോഗികമായി KM മാണി തീരുമാനം പറഞ്ഞു കഴിയുമ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിക്കും. പലരും രഹസ്യമായും പരസ്യമായും ഒക്കെ പറയുന്ന പോലെ ബാർ കോഴ കേസൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാമല്ലോ എന്ന് കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ട്. അവരെന്തിനാ പേടിക്കുന്നേ? ഔദ്യോഗികമായി പറയാനുള്ള KM മാണി പറയട്ടെ. ചെറുകര സണ്ണി ലൂക്കോസ്, ഇപ്പോൾ മധ്യകേരളത്തിന്റെ രാഷ്ട്രീയം താങ്കൾക്ക് മറ്റാരെക്കാളും നന്നായി അറിയാമല്ലോ. ഇപ്പോൾ KM മാണിയുടെ ഈ നിലപാട് സ്വതന്ത്രമായി നിലനിൽക്കുക എന്ന ഈ നിലപാട് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ KM മാണി സ്വീകരിക്കുന്ന നിലപാടായിരിക്കും മധ്യകേരളത്തിൽ നിർണായകമാവുകയും ചെയ്യുക. അത് UDF ക്ഷീണം ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിൽ തള്ളിക്കളയാൻ കഴിയില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ മാണിക്ക് ഈ സമദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? താങ്കൾ അതിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ് കാണുന്നത്? ഒരു കാരണവശാലും KM മാണിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒറ്റയ്ക്ക് നിന്ന് മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ 6 സീറ്റ് കിട്ടി എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു വ്യക്തിത്വം തെളിയിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം 6 MLA-മാരും ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ. ഒരു MLA പോലും 40,000 മേൽ ഭൂരിപക്ഷം കിട്ടിയ തൊടുപുഴയിലും കടുത്തുരുത്തിയിലുമടക്കം അവിടെ വിജയിക്കാൻ സാധിക്കില്ല. UDF എന്ന് പറയുന്ന ഒരു പൊതുവികാരത്തിൻ്റെയും പൊതു സംവിധാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് 6 സീറ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എവിടെ നിന്നാലും ഇതിനകത്തൊരു മിനിമം സദാചാരത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ പ്രശ്നമുണ്ട്. ഇപ്പം UDF, NDA, LDF എന്ന് 3 ചേരികളായി ജനങ്ങളെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞിട്ട് മാസങ്ങൾ പോലും ആയില്ല. അതിനുള്ളിൽ ഇതുപോലെ ആ ജനങ്ങളുടെ മാൻഡേറ്റിനെ മറികടന്ന് UDF-ൽ മാറി നിൽക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ മാൻഡേറ്റിനെതിരായ ഒരു നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പല പ്രതിഷേധങ്ങളുണ്ടാകാം, ആ തീരുമാനങ്ങൾ വൈകാരികമാകാം. പക്ഷേ ഈ വൈകാരികമായ തീരുമാനം അദ്ദേഹം എടുത്തുചാട്ടം കാണിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഈ തെരഞ്ഞെടുപ്പ് നാളെ അദ്ദേഹത്തിൻ്റെ ഈ മുന്നണിയിൽ സ്വതന്ത്രമായി നിൽക്കും, സമദൂരം എന്ന് പറഞ്ഞ് ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ കാര്യങ്ങൾ അവിടെ നിൽക്കത്തില്ല. ഇപ്പൊ തന്നെ ഡൊമിനിക് പ്രസന്റേഷൻ കഴിഞ്ഞല്ലോ, അദ്ദേഹം മുന്നണി മാറിക്കഴിയട്ടെ. എല്ലാവരും നാളെ കാത്തിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ഇത്രയും ദിവസം മൗനം അവലംബിച്ചു. പക്ഷെ നാളെ കഴിഞ്ഞാൽ ഏത് നേതൃത്വം ശാസിച്ചാലും നേതൃത്വം വിലക്കിയാലും കോൺഗ്രസിന്റെ അണികളും താഴേക്കിടയിലുള്ള നേതാക്കളും അതിശക്തമായ സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ഇറങ്ങും. എന്ന് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം അത് ബന്ധം തുടരാൻ മാണി നാളെ തീരുമാനിച്ചാൽ പോലും ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ കാര്യങ്ങൾ വഷളാവും. അതൊക്കെ മൊത്തത്തിൽ കേരള കോൺഗ്രസ് എമ്മിനും ദോഷം ചെയ്യും, UDF-ന് ദോഷം ചെയ്യും. അതാണ് താങ്കളുടെ കാര്യത്തിലുള്ള വിലയിരുത്തൽ. നാളെ KM മാണിയുടെ കാര്യത്തിൽ ചിലതൊക്കെ പറയേണ്ടി വരുമോ കോൺഗ്രസ്സുകാർക്ക്? ഇതിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലൊക്കെ അവരുടെ പ്രതിച്ഛായയിൽ ലേഖനം എഴുതുന്നു, സോണിയാഗാന്ധിക്ക് പരാതി കൊടുക്കുന്നു, കത്തിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു, യുവജന നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ വിമർശിക്കുന്നു. ഇതിനൊക്കെ നാളെ മറുപടി പറയേണ്ടി വരുമോ കോൺഗ്രസിന്? നാളെയാണല്ലോ, ഇപ്പം നാളെ തീരുമാനം ഉച്ചയ്ക്ക് വരുന്നു, ഇത് തന്നെ ആയിരിക്കും. പക്ഷേ നാളെ വൈകിട്ട് KM മാണിയോട് ചിലതൊക്കെ പറയേണ്ടി വരില്ലേ താങ്കളെ പോലുള്ള നേതാക്കൾക്ക്? ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചിലതൊക്കെ പറയേണ്ടി വരുമെന്നതിന് അതിനൊരു പ്രസക്തി ഇല്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ കേരള കോൺഗ്രസ് പാർട്ടി അവരൊരു പൊളിറ്റിക്കൽ ലൈൻ എടുക്കുന്നു. ആ ലൈൻ എന്താണെന്ന് അവർ പറയട്ടെ. ഏതായാലും ഞാൻ വിശ്വസിക്കുന്നില്ല നാളെ തന്നെ UDF വിട്ട് ഞങ്ങൾ NDA ചേരുന്നോ അല്ലെ LDF-ലേക്ക് പോകുന്നൊന്നും കേരള കോൺഗ്രസ് പറയാൻ കഴിയില്ല. എന്തോ അവരുടെ പൊളിറ്റിക്കൽ ലൈൻ വ്യക്തമാക്കി, സമദൂരമാണ് അവരുടെ പൊളിറ്റിക്കൽ ലൈൻ. സ്വന്തം എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത്? അത് ഞങ്ങൾ നാളെ പറയാം. എന്തുകൊണ്ടാണ് സ്വന്തം നിലപാട് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ. ലോക്കൽ ബോഡീസിലൊക്കെ
അല്ല, എന്തുകൊണ്ടാണ് ഈ സ്വതന്ത്ര നിലപാടെന്ന് കെ എം മാണിക്ക് പറയേണ്ടി വരുന്നത്? ചോദ്യം ശ്രദ്ധിച്ചില്ല, റിപ്പീറ്റ്. അത് അദ്ദേഹത്തിന്റെ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ലൈനല്ലേ? അല്ല, സ്വതന്ത്ര നിലപാടെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അത് നാളെ പറയാമെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അത് നാളെ പറയാമല്ലോ. എന്ത് ഇന്ന് പറയുന്നതിന് അങ്ങനെ അദ്ദേഹത്തിനോട് പ്രഖ്യാപിക്കട്ടെ, അപ്പൊ ഞങ്ങൾ പറയാം എന്താണ് കാര്യം എന്നുള്ളത്. ശ്രീ ചെറുകര സണ്ണി ലൂക്കോസ്, താങ്കൾക്കറിയാം ആ സ്വതന്ത്ര നിലപാടിന്റെ പിന്നിലെ രഹസ്യം. ഈ ബാർക്കോഴ കേസിൽ അന്വേഷണം CPM-നെ തള്ളിപ്പറയേണ്ട, കേന്ദ്രത്തിൽ BJP-യെ തള്ളിപ്പറയേണ്ട, ഇനി കോൺഗ്രസിനെ അങ്ങ് തള്ളിപ്പറഞ്ഞാലും ഇപ്പോഴൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണോ? തീർച്ചയായും. അതായത് ബാർക്കോഴ കേസിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഗവൺമെന്റ് വന്ന ശേഷം ബാർക്കോഴ കേസ് പുനരന്വേഷണത്തിന് പോകുന്നു. അതിന് നിയമോപദേശം നേടിയ ഘട്ടം വരെ, പുതിയ വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം നേടിയ ഘട്ടം വരെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വിജിലൻസ് കോടതിയിലെടുത്ത നിലപാട് തുടരന്വേഷണം വേണ്ട എന്നൊരു നിലപാട് പിന്നീട് എടുത്തതായിട്ട് നമ്മൾ കോടതി കണ്ടു. അപ്പോൾ ഈ രാഷ്ട്രീയ നിലപാടുകളും ആ ചാഞ്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇതുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴും KM മാണിയുടെ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം, ഒരു മനസ്സ് നിൽക്കുന്നത് LDF-ൽ തന്നെയാണ്. LDF-ലേക്കുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. പെട്ടെന്ന് അദ്ദേഹം NDA-യിലേക്ക് പോകാനുള്ള ഒരു ഇത്, കാരണം കോട്ടയം പാർലമെന്റ് മണ്ഡലം, ആ പാർലമെന്റ് മണ്ഡലത്തിൽ ജോസ് കെ മാണി വീണ്ടും MP ആയി തെരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചാടിക്കയറി പെട്ടെന്ന് NDA-യിലേക്ക് 2019 വളരെ മുന്നണിക്കൊപ്പമാണെന്ന് പറയുന്നത് ചെറുകര സണ്ണി ലൂക്കോസിനെ പോലെ കോട്ടയത്ത് കാലങ്ങളായി മാധ്യമപ്രവർത്തനം നടത്തുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. വെറുതെ അല്ല അവരെന്ന് പറയുന്നത്, KM മാണിയുമായി നേരിട്ട് ബന്ധമുള്ള ആ മാധ്യമപ്രവർത്തകർ കൂടിയാണ്. നിങ്ങൾ എത്ര എതിർത്താലും KM മാണി ഇടതുമുന്നണിയിലേക്ക് വരാനുള്ള നീക്കം ഊർജിതമായി നടത്തുന്നുണ്ട്. അതിന്റെ അന്തർധാരകൾ സജീവമാണ്. വിജയകുമാർ, 30 സെക്കൻഡോട് ഞാൻ പറഞ്ഞോട്ടെ. KM മാണി കേരളത്തിൽ UDF-ന്റെ കീഴിൽ ഘടകകക്ഷികൾക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൊമസ്റ്റിക് പ്രസന്റേഷൻ മനസ്സിലായില്ല. ഞാൻ സഭയിൽ കാണുന്നതാണ്. അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ പോയ ജനതാദളില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വഴിപറ്റിപ്പോയ RSP ഇല്ല. നേരെ മറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ഞങ്ങളിലേക്ക് വന്ന ജനതാദൾ 4 സീറ്റുകളുമായി കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ് ഘടകകക്ഷികളോട് ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഡൊമസ്റ്റിക് പ്രസന്റേഷൻ പറഞ്ഞ പോലെ കണക്കെടുത്ത് പരിശോധിക്കണം. 80-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം സഖാവ് കാനൻ രാജേന്ദ്രൻ നയിക്കുന്ന ഈ പാർട്ടി 19 സീറ്റോടെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ തവണയാണിത്. ഞങ്ങൾക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ആരെല്ലാം എന്തെല്ലാം പിറകുവഴി നോക്കിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് KM മാണിയെ ക്ഷണിക്കുന്ന പ്രശ്നമില്ല, KM മാണി ഇരുത്തുന്ന പ്രശ്നമില്ല, KM മാണി അതിൽ അംഗമാകുന്ന പ്രശ്നമില്ല. എക്സിക്യൂട്ടീവ് അംഗം എന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാൻ താങ്കൾ അത് പറയുന്നത്. ശരി, അക്കാര്യത്തിൽ CPയുടെ നിലപാട് അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ PC തോമസ്, അവസാനമായി ഇപ്പോൾ പറയാൻ പറ്റില്ല വിജയകുമാറേ. അല്ല, അത് ശരിയാണ്. അക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. CPM-ന്റെ നിലപാടിലൊക്കെ സൂചനകളൊക്കെ ഉണ്ട്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്നുകൊണ്ട് ഈ വിഷയം അവസാനിക്കാൻ പോകുന്നല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PC തോമസ്. വിജയകുമാരെ ഒരുപാട് വിഷയങ്ങളിൽ നിലപാടെടുത്ത പാർട്ടിയാണ്. ജനകീയ പോലീസിനെ കണ്ടപ്പോൾ ജനകീയ ആസൂത്രണ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസമേ ആയുള്ളൂ. ആ 2 മാസത്തിനുള്ളില് ഇത്തരം ഒരു രാഷ്ട്രീയ നാടകം കളിക്കാന്ന് പറഞ്ഞ് ഇത്രയൊരു നാണക്കേട് കേരള രാഷ്ട്രീയത്തിലുണ്ടോ? സണ്ണി ലൂക്കോസ് പറഞ്ഞല്ലോ, 2 മാസമായുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. എന്തുകൊണ്ട് നേരത്തെ ആലോചിക്കായിരുന്നു? ഇപ്പൊ ഈ 2 മാസം കൊണ്ട് ഉണ്ടായ സംഭവം എന്താ? അപ്പൊ ഇത് രാഷ്ട്രീയമായി കേരളത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി കളിക്കുന്ന ഈ നാടകത്തിനെതിരെ കേരള ജനത പ്രതികരിക്കും, സംശയമൊന്നും വേണ്ട. ശരി, അതാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ PC തോമസ്, ഇപ്പോൾ ജോസ് കെ മാണിയുടെ മന്ത്രിസ്ഥാനം NDA-യിലെ ഘടകകക്ഷി എന്ന പരിഗണന, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ ജോസ് കെ മാണിയുടെ ജയസാധ്യത, ഇത് 3-4 ഘടകങ്ങളാണ്. NDA-യിലേക്ക് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ KM മാണിയെ ചിന്തിപ്പിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. ഇതിലൊക്കെ NDA-യുടെ ഒരു നിലപാട് എന്താണ്?
ജോസ് കെ മാണിയെ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു, അത്തരം ചർച്ചകൾ നടന്നിരുന്നോ? വ്യാപകമായി പ്രചാരണം ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നൊക്കെയുള്ള വലിയ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊന്നും അങ്ങനെ സർവാത്മന ആരും തള്ളി പറഞ്ഞിട്ടുമില്ല കേരള കോൺഗ്രസ് നേതാക്കളാരും. അതുകൊണ്ടാണ് ആ സംശയം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ഇടയ്ക്ക് രാജൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ NDA കൃഷിക്കാർക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. അതിനൊക്കെ ഉത്തരം പറയാൻ പോയാൽ ഒരുപാട് വളരെ ഏറ്റവും കൂടുതൽ പണം അനുവദിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ് ആണ് കൃഷിക്ക് വേണ്ടി. പോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് 2.5 ലക്ഷം കോടി രൂപയുടെ വലിയ മാറ്റം വരിക ഈ രാജ്യത്ത്. രാജനൊക്കെ വളരെ പുറകിലാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ കാര്യം കെ മാണിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഒരു തീരുമാനമെടുക്കാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് പറ്റുമല്ലോ. അവരൊരു തീരുമാനമെടുക്കട്ടെ. അങ്ങനെ തീരുമാനമെടുത്താൽ അതനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ചർച്ചയാകാം എന്ന് പലരും പറഞ്ഞല്ലോ. ഇടതുപക്ഷ മുന്നണി പോലും പറഞ്ഞല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ പലരും ചർച്ച ചെയ്തെന്നിരിക്കും. പക്ഷെ വേറൊരു കാര്യം ഇപ്പോൾ ചോദിച്ചല്ലോ, നേരത്തെയും ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന്. പല സമയത്തായിട്ട് പലപ്പോഴായിട്ട് ഇൻഫോർമലായിട്ട് പല രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേരള കോൺഗ്രസ് എമ്മിനോട് മാത്രമല്ല, പലരോടും പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഐക്യം 64-ലെ കേരള കോൺഗ്രസിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. അവിടെ നിന്ന് വ്യതിചലിക്കരുത്, ഒരുമിച്ച് നിൽക്കണം, കേരളത്തിന് വേണ്ടി നേട്ടങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നോക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണി പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പോലെയോ കേരളത്തിൽ ഇപ്പോൾ സീറ്റുകളില്ല എങ്കിൽ പോലും 32 ലക്ഷം വോട്ട് കിട്ടിയ ഒരു മുന്നണിയാണ് NDA. 48 ലക്ഷമാണ് UDF-ന് കിട്ടിയത്. 58 ലക്ഷമേ ഉള്ളൂ LDF-ന് കൂടുതൽ സീറ്റ് കിട്ടി. പക്ഷേ പ്രബലമായ ചോദിക്കുന്നത് അതിന്റെ ഭാഗമായി ജോസ് കെ മാണിയെ മന്ത്രിയാക്കാമെന്നൊരു വാഗ്ദാനമുണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് എന്നാണ് ചോദ്യം. എന്നുള്ളതിനെ കുറിച്ച് അതവർ തീരുമാനിക്കട്ടെ. അതിനകത്തൊക്കെ കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് ഞാൻ കടന്നില്ല. അവർക്ക് പല പ്രശ്നങ്ങൾ കാണാം, കോൺഗ്രസിനും ചില പ്രശ്നങ്ങൾ കാണാം. കാരണം അതിലേക്കെല്ലാം ഞങ്ങളല്ല കിടക്കേണ്ടത്. താങ്കൾ ശ്രദ്ധിക്കുമോ? അതായത് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു ഓഫർ ഇവിടുന്ന് അങ്ങോട്ടുണ്ടോ? ജോസ് കെ മാണിയെ മന്ത്രിയാക്കാം. ഈ ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ ഈ പറഞ്ഞ കേരള കോൺഗ്രസുകളുടെ ഐക്യം, ലയനം, അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ പ്രയത്നമൊക്കെ ഈ ഒരു ഓഫറിന്റെ പുറത്താണോ എന്നാണ് ചോദ്യം. ഇല്ല, അങ്ങനെ ഓഫർ ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ ഓഫർ കൊടുക്കേണ്ട ഒരവസരം ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഓഫർ കൊടുത്തിട്ടുമില്ല. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്. കേരള കോൺഗ്രസ് പ്രസ്ഥാനം പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിന് മന്ത്രി വേണമെന്നില്ല. മന്ത്രി ഇല്ലാതെ പോരാടാനായിട്ട് പാർട്ടികൾക്ക് പറ്റുമല്ലോ. മന്ത്രി ഉണ്ടായിട്ടാണോ ഇവിടെ NDA ഒന്നുമില്ലാത്ത ഒരു MLA പോലും ഇല്ലാത്ത NDAക്ക് ഇപ്പോൾ MLA ആയില്ലേ? NDA സീറ്റിൽ ഞാനും ജയിച്ചിട്ടുണ്ടല്ലോ. 2 മുന്നണിയെ തോൽപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും കേരളത്തിലെ ജനത അങ്ങനെ അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് ഞങ്ങൾ ഇടതുപക്ഷമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വലതുപക്ഷമാണെന്നോ അങ്ങനെയൊന്നും പറയാൻ തയ്യാറില്ലാത്തവരാ. അവരെ കൂടുതലായിട്ട് ആർക്ക് ജനങ്ങൾക്ക് ഏതാണ് പ്രയോജനം എന്ന് നോക്കുന്നവർ തന്നെയാണ്. പഴയതുപോലെ എന്ന് പറയുന്ന രീതി ഇല്ല. ജനങ്ങളുടെ കയ്യിൽ ജനങ്ങൾ തീരുമാനിക്കുന്നത് ജനക്ഷേമമാണ്. എത്രയോ പദ്ധതികള്, മുദ്രാ ലോൺ എത്രയാ, 10 ലക്ഷം രൂപ വെച്ച് പുതിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങളോ ഉള്ളവർക്ക് കൊടുക്കുന്നു. 1 കോടി വരെ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുന്നു. എത്രയോ ആധുനിക പദ്ധതികൾ വരുന്നു. ആ പദ്ധതികളുടെയൊക്കെ പ്രയോജനം കേരളത്തിന് കിട്ടണ്ടേ? അവസാനമായി ഡൊമിനിക് പ്രസന്റേഷൻ ചുരുങ്ങിയ വാക്കുകളിൽ ഇനി ചർച്ചയ്ക്കുള്ള എന്തെങ്കിലും സാധ്യത കോൺഗ്രസും KM മാണിയും തമ്മിലുണ്ടോ? ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ ഇടയ്ക്ക് മധ്യസ്ഥൻ, പിന്നെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്നു. എന്തെങ്കിലും ഒരു സാധ്യത ഇനി താങ്കളുടെ കാഴ്ചപ്പാടിൽ അവശേഷിക്കുന്നുണ്ടോ? തീരുമാനം വരാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചാക്കോ മരിച്ചു കിടക്കുമ്പോ PT ചാക്കോ മരിച്ചു കിടക്കുമ്പോ റീത്ത് വെക്കാമെന്ന KM മാണിയെ തടഞ്ഞതാണെന്നത് കേരള കോൺഗ്രസ്. ശരി, ഡൊമിനിക് പ്രസന്റേഷൻ ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? മനസ്സിലായോ അത് PC തോമസിന്? ഈ രാജൻ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? രാജൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? രാജൻ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ അവർക്ക് മറിച്ചൊരു തീരുമാനം എടുക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്. അവരവരുടെ അഭിപ്രായം സുവ്യക്തമായി നാളെ പറയട്ടെ. പറഞ്ഞതിന് ശേഷം ഞങ്ങൾ UDF ഉണ്ടല്ലോ, UDF മറ്റ് കക്ഷികളില്ലേ, ഞങ്ങൾ കൂടി ആലോചിച്ച് അതിന് യുക്തമായ തീരുമാനം എടുക്കും. ഞങ്ങൾക്ക് അങ്ങനെ വേവലാതിയൊന്നുമില്ല. ശരി, അതാണ് അക്കാര്യത്തിൽ. സണ്ണി ലൂക്കോസ്, താങ്കൾക്ക് അക്കാര്യത്തിൽ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഏതെങ്കിലും തരത്തിൽ KM മാണി പിന്നോട്ട് പോകും എന്ന് കരുതാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ, അല്ലേ?
അല്ല, തൽക്കാലം മാണിക്ക് ഈ നിലപാടുമായി തൽക്കാലം മുന്നോട്ട് പോകുമല്ലാതെ ഈ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുക എന്ന നിലപാടിലേക്ക് പോകുമല്ലാതെ ഇനി തൽക്കാലം പുറകോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ രാജൻ സഖാവ് പറഞ്ഞതുപോലെ UDF-ന് ഒരു ക്ഷീണത്തിലേക്ക് പോവുകയാണ്. അത് UDF-ന്റെ ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്തുന്നതിലും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നതിലും കുറച്ചു കാലമായി UDF-ന്റെ നേതൃത്വം പരാജയപ്പെട്ടിരിക്കുന്നു. അത് യഥാസമയം അത് വേണ്ട വിധം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ ജനതാദള്, RSP തുടങ്ങിയവരൊക്കെ എപ്പോൾ മുന്നണി വിടും എന്ന് നമ്മൾ നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഈ ചർച്ച ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, നാളെയും തുടരേണ്ടി വരും. മാണിയുടെ പ്രഖ്യാപനം നാളെ ആയിരിക്കുമ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ നാളെ കോൺഗ്രസിന് ചിലതൊക്കെ പറയേണ്ടി വരും. നമുക്ക് ആ ചർച്ച ആ ഘട്ടത്തിൽ തുടരുകയും ചെയ്യാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ PC തോമസ്, ശ്രീ K രാജൻ, ശ്രീ മാത്യു സ്റ്റീഫൻ, ശ്രീ ചെറുകര സണ്ണി ലൂക്കോസ്, എല്ലാവർക്കും നന്ദി.